നമസ്തേ. രത്നങ്ങൾ ഭൂമിയിൽ വിളഞ്ഞുണ്ടാകുന്നതാണ്. ഭൂമിയുടെ ഒരു വരദാനമാണ് രത്നങ്ങൾ. രത്നങ്ങളും മനുഷ്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രഹങ്ങളും രത്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അറിയാം രത്നങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും രത്നശാസ്ത്രയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ രത്നശാസ്ത്രയിൽ രത്നങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാറുണ്ട്. നമ്മുടെ മുമ്പുള്ള എപ്പിസോഡൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് നമ്മളോട് പറഞ്ഞ ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ 7th ഹൗസ് അതുപോലെ തന്നെ 8th ഹൗസ് അതിലുള്ള ഗ്രഹങ്ങളുടെ കല്ലുകൾ ഉപയോഗിക്കുമ്പം അതിൻ്റെ ദശാകാലങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മൾ 1-2 എപ്പിസോഡായിട്ട് കൈകാര്യം ചെയ്തു വരുന്നത് 6th ഹൗസിൻ്റെ ഒരു കാര്യങ്ങൾ. അതിൽ ഓരോ ഗ്രഹങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ്. എനിക്കൊന്ന് സൂര്യൻ്റെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയത്. സൂര്യൻ ആ ഒരു 6th ഹൗസിൽ രോഗസ്ഥാനത്ത് നിൽക്കുമ്പോഴുള്ള അനുഭവങ്ങൾ, ലയബിലിറ്റി സ്ഥാനത്ത് വന്നാൽ ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ പിന്നെ അത് കഴിഞ്ഞ് രത്നം, ഒരു റൂബി അതിൻ്റെ ഉപയോഗം, അതിൻ്റെ ക്യാരറ്റേജ് ഒക്കെ നമ്മൾ പറഞ്ഞു, അതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു. ഇനി ഇതേപോലെ തന്നെ ഈ 6th ഹൗസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ഹൗസിൻ്റെ പീരീഡും 6th ഹൗസിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സൂക്ഷിക്കണം നമ്മളല്ലേ. അതിൻ്റെ സ്റ്റോൺസ് നമ്മൾ യൂസ് ചെയ്യരുതെന്ന് തന്നെ ഞാൻ പറയുന്നത്. അതിൻ്റെ സ്റ്റോണിൽ 6th ഹൗസിലേക്കുള്ള സ്റ്റോൺ ഇടണ്ട, ഇടാതിരിക്കുന്നതാണ് സേഫർ സൈഡ് എപ്പോഴും. കാരണം അതൊരു നല്ല ഹൗസ് അല്ല. 7th ഹൗസ് അത്ര നല്ല സ്റ്റോൺ ഇടാൻ പറ്റുന്ന നല്ലൊരു ഹൗസ് അല്ല. 8th ഹൗസ് ഉള്ളത്തില്ല. പിന്നെയുള്ളത് 12th ആണ്. നമുക്ക് കുറച്ചും കൂടെ ഒരു ഓപ്ഷനിലാണ് നോക്കാം എന്ന രീതിയിൽ. അപ്പം ഈ സൂര്യൻ നിൽക്കുന്ന ആ ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ 6th ഹൗസിൽ വേറെ ഏത് ഗ്രഹം നിൽക്കുമ്പോഴാണ് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത്? അല്ലെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ശ്രദ്ധിക്കണം. അതായത് ഓരോ ഗ്രഹത്തിനും നിശ്ചയിച്ച് വെച്ചിട്ടുള്ള രോഗങ്ങളുണ്ട്. അത് മൈനസ് പോയിന്റിൽ പെടുന്നത്. പ്ലസ് പോയിൻറ്റ്സ് ഒരുപാടുണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ മൈനസ് പോയിൻ്റ് ഉണ്ട്. ആ മൈനസ് പോയിൻറ്റ്സിൽ ഒന്ന് നമുക്കിടെ രോഗാവസ്ഥകളാണ്. അത് നമ്മൾ സൂര്യനെക്കുറിച്ച് പറഞ്ഞ ബോഡി ഹീറ്റും അതും അങ്ങനെയുള്ള ഗവൺമെൻറ് റിലേഷൻ, ഫാദർ റിലേറ്റഡ്, മനസ്സിലായില്ലേ, സൂര്യൻ്റെ കാര്യങ്ങൾ വന്നാൽ. ചന്ദ്രനിലേക്ക് മൂണിലേക്ക് വന്നാൽ മൂൺ മദറാണ്, അമ്മയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. മൂണ് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു പ്ലാനറ്റാണ്, മനസ്സിലായില്ലേ. അത് നമുക്ക് 6th ഹൗസ് എന്ന് പറഞ്ഞ രോഗസ്ഥാനത്ത് വന്ന മൂണുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ എന്തൊക്കെയാണോ അതായിരിക്കും നമ്മളെ ബാധിക്കുന്നത്. ശ്വാസം മുട്ടൽ, അതുപോലെ തന്നെ നമുക്ക് സൈനസ് പ്രോബ്ലംസ്, ജലദോഷം, തൈറോയ്ഡ് ഇഷ്യൂസ്, അലർജിക്ക്, എപ്പോഴും തുമ്മലും ചീറ്റലും പ്രശ്നങ്ങൾ, 24 hours വഴിയേ കൂടെ പോയാലും അസുഖങ്ങൾ കയറി ബാധിക്കും. വളരെ ഇമോഷണൽ ഫീലിംഗ് ആയിരിക്കും. 6th ഹൗസിലുള്ളവർക്കൊക്കെ ആ പീരീഡൊക്കെ വളരെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന ചാർട്ടുകളുമുണ്ട്. ഈ ചന്ദ്രൻ വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത്. ഡെബിലിറ്റേഷനോ 6th ഹൗസിൽ നിൽക്കുകയും മെർക്കുറി എന്ന് പറയുന്ന പ്ലാനറ്റ് ഡെബിലിറ്റേഷൻ സംഭവിക്കുകയും ചെയ്തത്. ബുധൻ ബുദ്ധിയാണ്, അതിന് നിജാവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കുക ആ ചാർട്ടിൽ. 6th ഹൗസിൽ മൂൺ വളരെ മോശമായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഡെബിലിറ്റേഷൻ നിൽക്കുന്നു. അപ്പോൾ മനസ്സും ബുദ്ധിയും നമ്മൾക്ക് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതൊരു ഡിപ്രഷൻ സ്റ്റേജാണ്. മാനസികമായിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഉള്ള ഒരാളാണെന്നറിയാൻ നല്ല മൂണിൻ്റെ പൊസിഷൻ നോക്കിയാൽ മതി, അറിയാനായിട്ട് പറ്റും. മെൻ്റൽ ഹെൽത്ത് ഉള്ളതാണല്ലോ. ചില ആൾക്കാർ ഭയങ്കര ജിം വർക്കൗട്ടും എല്ലാം കഴിഞ്ഞ് ഒന്ന് സ്റ്റോണിൻ്റെ നോക്കുമ്പോൾ ഞാൻ പറയാം ആൾക്ക് കുഴപ്പമൊന്നുമില്ല, കാണുമ്പോൾ പേരൻസ്, പക്ഷെ ആൾ ഒരു പേടിയാണ്, ശുദ്ധാത്മാവാണ്, ഇന്ത്യ കരയും. ആ ഒരു മനോബലം അല്ലെങ്കിൽ മെൻ്റൽ സെൻസിറ്റീവ് ആയിരിക്കും. ഹോം സിക്നെസ് ഉണ്ടാവും ഇവർക്ക്. വീട് വിട്ട് വിദേശ രാജ്യത്തോ മറ്റിടത്തൊക്കെ പോയി ഒരു ഭയങ്കര ഹോം സിക്നെസ് ആയിരിക്കും അവർക്ക്. കാരണം ചന്ദ്രൻ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള മദർഹുഡും ചൈൽഡ്ഹുഡുമാണ്. പഴയ ഓർമ്മകളെല്ലാം കയറി വരും. അവിടെ അങ്ങനെ നിന്നിരുന്നു,
ഇവിടെ അമ്മയുടെ കൂടെ അങ്ങനെ പോയി, അമ്മയെ വിട്ട് നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ മാനസികമായിട്ട് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് നാട്ടിൽ വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അവധി കഴിഞ്ഞ് നാട്ടിൽ ഇവിടുന്ന് പോകുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് വളരെ എല്ലാവർക്കും ഉണ്ട് പ്രയാസമുണ്ട് സ്വന്തം നാട്ടിൽ നിന്ന് പോകുന്നത്. ഇവർക്ക് കൂടുതലായിരിക്കും. ആ ഒരു ഇമോഷണലാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്തില്ല എന്ന് വിചാരിക്കുമോ? ഇവരെ പർപ്പസ്ലി ആയിരിക്കില്ല, അയാൾ തിരക്ക് കാരണം ഈ പുള്ളിയെ വിഷ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കും. ഈ പുള്ളിയുടെ മനസ്സിൽ കിടക്കും, മനസ്സിന് പ്രയാസം തോന്നും. അത്രയ്ക്കും സെൻസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെയുള്ള വരുമ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ പെർഫെക്ഷനാണ്. ഇപ്പോൾ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിലും ഇത്രയും ടെൻഷനും ആൻസൈറ്റി ഉള്ള ആൾക്കാർക്ക് ഈ പേപ്പറിൽ അതങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാനായിട്ട് പേടി കാരണം വിട്ടുപോകും. ആ ഒരു ബുദ്ധിമുട്ട്, ആസ്മാറ്റിക് കംപ്ലൈൻറ്റ് പെട്ടെന്ന് കയറി വരും. 6th ഹൗസിൽ നിൽക്കുന്ന മൂണിൻ്റെ കാലഘട്ടം അമ്മയ്ക്കും അസുഖങ്ങളുണ്ടാകാം. അമ്മയുടെയും ടൈം നല്ലതായിരിക്കത്തില്ല. ഈ സൂര്യൻ അച്ഛനാണെങ്കിൽ ആ ഒരു കാലഘട്ടം അച്ഛനെയാണ് ബാധിക്കുന്നത് പറഞ്ഞ പോലെ ഇതിലേക്ക് വരുമ്പോൾ അമ്മയായിരിക്കും ബാധിക്കുന്നത്. അപ്പോൾ അതുവരെ കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും അസുഖം അമ്മയ്ക്ക് കയറി അപ്പോഴായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം നമ്മളത് അമ്മയെ ഓർത്തിട്ട് നമ്മൾ വിഷമിക്കുന്ന കാലഘട്ടം, മനസ്സിലായല്ലേ? ഒരു മാനസികമായിട്ടുള്ളൊരു പ്രയാസം, ആ തരത്തിലുള്ള ഒരു മനോക്ലേശമൊക്കെ വരുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും പണം ചിലവും ഒക്കെ വരുന്ന കാലഘട്ടമായിരിക്കും. 6th ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട്, ബാധ്യത വരും. എനിക്കറിയാവുന്ന ചില കാരണം അപ്പോൾ അമ്മയ്ക്ക് വല്ല അസുഖം വന്നു, ഇൻഷുറൻസും ഇല്ല, എന്ത് ചെയ്യാൻ പറ്റും? പൈസ പമ്പ് ചെയ്ത് പോകും, ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യമായിരിക്കും. കാരണം അതിന് റിക്കവർ ചെയ്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരോടും ഞാൻ പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര മസ്റ്റാണ്. എനിക്ക് ഇൻഷുറൻസ് ഏജൻ്റ് അല്ല, ഞാൻ പറയുവാണ് ഒരു ജനറൽ ഇൻഫർമേഷൻ. മെഡിക്കൽ ഇൻഷുറൻസ്, അതായത് അങ്ങനെയുള്ളൊരു ഒരു പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസിയൊക്കെ വരുമ്പം ഒരു സാധാരണക്കാർക്ക് 90% പെട്ടെന്ന് അവരുടെ ആ ഒരു താളം തെറ്റിപ്പോവും. എൻ്റെ അഭിപ്രായത്തിൽ ഈ 6th ഹൗസിലേക്ക് വരുന്ന കാലഘട്ടമാണെങ്കിൽ അതിന് മുന്നേ തന്നെ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലത്, ഒരു സേഫർ സൈഡ്. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത് മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ നല്ല കൂടുതലാണ്. അപ്പം ആ ഒരു രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷൻ എന്നാൽ അത് ഫസ്റ്റായിട്ട് ചെയ്യണം. 6th ഹൗസും 8th ഹൗസിൻ്റെ ഒക്കെ പീരീഡ് നമ്മൾ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ഉള്ളവരും നമ്മുടെ കുടുംബക്കാരും എല്ലാം പെട്ടുപോകും. ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഇപ്പോൾ ഒന്ന് കയറി ഇറങ്ങി വരണമെങ്കിൽ രൂപ എത്രയാണ് പോകുന്നത്. ആ ഒരു പ്രശ്നങ്ങൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്നോട് ഇൻഷുറൻസിൻ്റെ ഒരാൾ പറഞ്ഞത് സ്പ്രെഡിങ് ദ റിസ്ക് സാറിന്, സ്പ്രെഡിങ് ദ റിസ്ക്. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് എടുത്ത് അത് പിന്നെ ഒരു കൊല്ലത്തേക്ക് ഒരു മെഡിക്കൽ എടുത്ത് ഒന്നും വന്നില്ല, ഇതൊരു നഷ്ടക്കളിയാണല്ലോ എന്ന് ചിന്തിക്കരുത്. എനി ടൈം നമുക്ക് ഇതിലേക്ക് കയറി വരും. വണ്ടിയെ പോകുന്നു, നമ്മൾ സൂക്ഷിച്ച് ഓടിച്ചാലും വേറെ തമ്മിൽ മുട്ടിയാലും ആക്സിഡൻറ്റ്. അപ്പോൾ അതും കവർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ആ 6th ഹൗസിൻ്റെ റോങ് ആയിട്ടുള്ള 6th ഹൗസിൽ അതിൻ്റെ രത്നങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഇൻഷുറൻസ് എടുത്തിരിക്കണം. ആ ഒരു പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ മിനിമം ഉള്ള ആൾക്കാർക്കുള്ള തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കണം. എനിക്ക് തോന്നും ആ ഒരു വിശേഷങ്ങൾ ചന്ദ്രൻ, ആ ഒരു എഫക്റ്റുകൾ നമ്മൾ കൂടുതലായിട്ടൊന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം. ഒരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ 6th ഹൗസിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ രത്നങ്ങൾ ഉപയോഗിക്കുമ്പം അത്രത്തോളം കെയർഫുൾ ആവേണ്ട ഒരു ഹൗസും കൂടിയാണ് 6th ഹൗസ്. ഇപ്പോൾ നമ്മൾ സൂര്യൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അത് കഴിഞ്ഞ് നമ്മൾ ചന്ദ്രൻ്റെ രത്നം, ആ ഒരു കാര്യങ്ങളിലേക്കാണ് വന്നത്. അപ്പോൾ അതൊരു റോങ് പ്ലേസ്മെൻറ്റ് ചന്ദ്രൻ്റെ 6th ഹൗസിൽ സംഭവിച്ചില്ലെങ്കിൽ വരാനുള്ള അല്ലെങ്കിൽ ഇന്ന സാധ്യതകളാണ് നമ്മൾ പറഞ്ഞത്. പൂർണ്ണമായിട്ടും നമുക്ക് തടയിടാൻ പറ്റില്ല. ഇതൊരു ബർത്ത് ചാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വജന്മ കൃതം പാപം വ്യാധിരൂപേണ ജായത എന്ന് പറയുന്നത് പഴയ ജന്മ ദുരിതങ്ങളും ക്ലേശങ്ങളും രോഗരൂപത്തിൽ വരുന്നതെന്നും ആചാര്യന്മാർ പറയുന്നു. ഞാനല്ല, ആചാര്യന്മാർ പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം ഒന്ന് തടയിടാൻ പറ്റും.
അത് സംശയമില്ലാത്ത കാര്യമാണ്. ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ പറ്റും. വണ്ടി ആണെങ്കിൽ വണ്ടി സൂക്ഷിച്ച് ഓടിക്കേണ്ട കാലഘട്ടം, അപകടങ്ങൾ വരാൻ ചാൻസസ് ഉള്ള കാലഘട്ടം, രോഗങ്ങൾ വരാൻ ചാൻസസ് ഉള്ള കാലഘട്ടം, ഇത് നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാമല്ലോ, ഇല്ലേ? അതെ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതേസമയം ചന്ദ്രൻ്റെ കല്ലുകൾ ആ സമയത്ത് മേടിച്ചിടുകയൊന്നും അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യരുത്. അതെല്ലാം ഈ റോങ്ങായിട്ട് നിൽക്കുന്ന ഈ ചന്ദ്രൻ്റെ വീണ്ടും റോങ് ആക്കത്തേ ഉള്ളൂ. ആ എഫക്റ്റ് വീണ്ടും കൂടും. ഡബിൾ ചെയ്തു അതിൻ്റെ സ്റ്റോൺസ് യൂസ് ചെയ്താൽ. പലരെ കൊണ്ട് ഞാൻ പേൾസ് ഊരിപ്പിച്ചിട്ടുണ്ട്. പല ലേഡീസും ഉണ്ടല്ലോ, അവർക്ക് നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ തന്നെ തുമ്മലും ചീറ്റലും ഇത് ചോദിച്ചാൽ പേളുണ്ട്, അപ്പം തന്നെ കയ്യോടെ ഊരിപ്പിച്ചിട്ടുണ്ട്. കേട്ടാ അത് മാറും. അത് കാരണം അതിന് തണുപ്പാണല്ലേ. ഇപ്പോൾ വാട്ടർ എലമെൻ്റ് ആണ്. കടലിൽ നിന്ന് കിട്ടുന്ന മുത്തുച്ചിപ്പിൽ നിന്ന് വരുന്നതാണ് പേൾസ്. അത് മുഴുവൻ വെള്ളമാണ്. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അതിനകത്തൊരു 5 to 20% വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. ചിലതിനകത്ത് 5 to ചെറിയ പെർസെൻറ്റേജ് ആയിരിക്കും. ചില പേൾസിനകത്ത് നല്ലോണം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. തണുപ്പാണത്. അപ്പം നമുക്ക് ഈ തണുപ്പും ഈ പറഞ്ഞ ജലദോഷവും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പം നമ്മൾ ഐസ് ഇട്ടിട്ട് കൂൾ ഡ്രിങ്ക്സോ നാരങ്ങ വെള്ളമോ കുടിച്ചാൽ അങ്ങനെ ഇരിക്കും, വീണ്ടും അഗ്രിവേറ്റ് ചെയ്യും, കൂടും. അപ്പോൾ ഡോക്ടേഴ്സ് എന്താ പറയുന്നത്, നിങ്ങൾ തണുത്ത വെള്ളമൊന്നും ഉപയോഗിക്കരുത്. നിങ്ങൾ കഴിയുന്ന ഐസിൽ നിങ്ങൾക്ക് നല്ലത് ചെറിയൊരു വാം വാട്ടർ, അതാണ് നല്ലത്. മനസ്സിലായില്ലേ? ഞാൻ ഐസ് ഇട്ട് ഒരു സാധനം കുടിക്കത്തില്ല. കാരണം എനിക്ക് സൈനസ് പ്രോബ്ലം ഉള്ളയാളാണ്. മൂണിൻ്റെ റോങ് പൊസിഷൻ എനിക്ക് എന്നെ എഫക്റ്റ് ചെയ്യാറുണ്ട്. എനിക്ക് മൂൺ സ്റ്റോൺ കടയിലില്ലാഞ്ഞിട്ടല്ലല്ലോ, പേൾസ് കടയിലില്ലാഞ്ഞിട്ടല്ല, ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ അനുഭവസ്ഥനാണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള കല്ലേ നമുക്ക് ധരിക്കും. ഇപ്പോൾ നമ്മൾ കല്ല് കൊടുക്കുന്ന ആളാണ്, എല്ലാ കല്ലും നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ നമ്മളെല്ലാ കല്ലും മാറി എന്ന് നോക്കിയാൽ ഈ റൂബി കാണും കയ്യിൽ. ഓരോ ദിവസം ഓരോന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല, പറ്റുന്നില്ല. അതൊക്കെ വെറും ഫാൻസി ആയിട്ടുള്ള സ്റ്റോൺസാണ്. ഭംഗിക്ക് വേണ്ടിയും അതൊക്കെ അത്രേ ഉള്ളൂ. റൂബി റിങ്, റൂബി സ്റ്റഡ്, ഇതല്ലാതെ ഒരു സ്റ്റോൺസും ഒരു ഡയമണ്ടും ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് മാച്ചിങ് അല്ല. ഞാൻ ചിലരോട് പറയുന്നത്, നിങ്ങൾക്ക് 2-3 സ്റ്റോൺസ് ഇടാൻ യോഗമുള്ള ആൾക്കാരാണ് നിങ്ങൾ. എനിക്ക് ഒരൊറ്റ സ്റ്റോൺ ഇടാനേ അതിൽ യോഗമുള്ളൂ. അത് ഓരോ ചാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അവിടെ പറയുന്ന അസുഖങ്ങളും കാര്യങ്ങളെല്ലാം നമ്മളെ ടച്ച് ചെയ്ത് പോകുന്നതല്ലേ. ഇപ്പം നമ്മളിതെല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മളിതൊരു വലിയ അതീതനാണോ? അല്ല. നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ടച്ച് ചെയ്യും, മാനസികമായിട്ടും ഇല്ലേ, ടച്ച് ചെയ്ത് പോകും. അപ്പം നമ്മൾ ഹാർട്ടിൻ്റെ ഒരു ഹാർട്ട് സർജൻ അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റ് ഫേമസ്, അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരുമല്ലോ. അങ്ങനെ പോകുന്ന എത്രയോ പേരുണ്ട്. അതെ, പേസ് മേക്കേഴ്സ് ഉപയോഗിക്കുന്ന എത്രയോ കാർഡിയോളജിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്കിത് ഒന്നും അറിയാൻ പാടില്ലായിട്ടല്ലല്ലോ, പക്ഷെ അവരുടെ ബൈ ബർത്ത് വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ അവർക്ക് അനുഭവിച്ച് തന്നെ പോകാൻ പറ്റുള്ളൂ. അതിനൊന്നും പരിഹാരമില്ല, അതിനൊന്നും സ്റ്റോൺ പരിഹാരവും അല്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചില പ്ലസ് പോയിൻറ്റ്സ് ഓരോരുത്തരുടെയും ബർത്ത് ചാർട്ടിനകത്തുണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിൻ്റെ രക്തം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ഫലപ്രാപ്തി ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ 6th ഹൗസിൽ ഈ ചന്ദ്രൻ്റെ ഒരു റോങ് പ്ലേസ്മെൻറ്റ്സ് ഒക്കെ വരുമ്പം ആ ചന്ദ്രൻ്റെ ദശാകാലമൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേൾസോ അല്ലെങ്കിൽ മൂൺ സ്റ്റോണോ ഒക്കെ പോയി കഴിഞ്ഞാലുള്ള അപകടം പിന്നെയും അത് കൂടും, ഡബിൾ ആകുകയോ ചെയ്യുന്നത്. അതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള ലേഡീസും പേൾസൊക്കെ ഉപയോഗിക്കുന്നത് മാച്ചിങ് ആണെങ്കിൽ പോലും അധികം ഉപയോഗിക്കാതിരിക്കുമോ നല്ലത്. കാരണം തണുപ്പ് ഒരു ഏജ് കഴിഞ്ഞാൽ പറ്റുമോ? അമിത ചൂടും അമിതമായ തണുപ്പും ഒരു സൃഷ്ടിക്ക് മേളിൽ ബുദ്ധിമുട്ടാണ്. അതിനെല്ലാം ആക്കം കൂട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ധരിക്കാതിരിക്കുക ചെയ്യേണ്ടത് നല്ലത്. ഇവിടെ പിന്നെയും ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഇതിൻ്റെ നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ ഓരോ അറിവുകൾ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞു, രത്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളായിരിക്കും, പക്ഷേ അനുഭവം മറ്റതിലേക്ക് പോകാം.
നമ്മൾ 7th ഹൗസും 8th ഹൗസിന് നല്ല എക്സാമ്പിൾസ് അടക്കം നമ്മൾ പറഞ്ഞു. പിന്നെ ഇത് 6th ഹൗസിലേക്ക് വന്നപ്പം സൂര്യൻ്റെ രത്നം പിതാവ് ആ രീതിയിൽ ബാധിക്കാം. ഇതിപ്പം ചന്ദ്രനാണെങ്കിൽ ഇവിടെ ഈ കാലഘട്ടത്തിൽ മൂൺ സ്റ്റോണോ പേൾസോ ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ആ ഒരു അനുഭവം ചിലപ്പം ഈ പറയുന്ന മാതാവിലേക്ക് പോരാം. അപ്പം രത്നങ്ങൾ ധരിക്കുന്ന ആ വ്യക്തികൾക്ക് മാത്രമല്ല, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റുള്ളവർക്കും അതിൻ്റെ അനുഭവങ്ങളും റിസൾട്ടുകളും. ഇൻഷുറൻസ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു ഇൻഷുറൻസ് ഏജൻ്റാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് എൻ്റെ ജോലി തന്നെ ചെയ്യാൻ സമയമില്ല. ഞാനങ്ങനെ അത് നമുക്ക് ഒരു സാധാരണ ഒരു ആൾക്കാർ ഇൻഷുറൻസ് മാർക്കറ്റ് ചെയ്യാമെന്ന് അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. എനിക്ക് ഒരു ബന്ധവും ഇല്ല. ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള സ്റ്റാഫ് എടുത്തിട്ടുണ്ട്. ഇതല്ലാതെ പലരുടെയും അനുഭവങ്ങളാണ്. അതെ, അതാണ് നമുക്ക് പല അനുഭവങ്ങൾ വരുമ്പോൾ നമ്മളതൊന്ന് പങ്കുവെക്കുക. കാരണം ചില സമയത്ത് ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മളത് ഒഴിവാക്കിയെങ്കിൽ ഒരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ബാലൻസ് പോകും. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ മെഡിക്കൽ എക്സ്പെൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് വിചാരിക്കുന്നതിൽ അപ്പുറത്താണത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാധാരണ നമുക്കൊരു മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എമർജൻസി ഫണ്ടൊന്നും നമ്മളാരും അങ്ങനെ കോമൺലി ആരും വെക്കാറില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷനാണ്, ഒരു പ്രിക്കോഷനാണ് ഈ പറയുന്ന ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അറിയില്ലാത്ത ആൾക്കാരും കേൾക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കത് ഒരു അനുഭവമായിട്ട് വരുമ്പോഴേ നമ്മൾ അതിൻ്റെ ഒരു നമ്മൾ വിചാരിക്കരുതല്ലോ. ബോബനും മോളിലും പണ്ടൊരു ഇത് വന്നിട്ടുണ്ട്. ബോബനും മോളിൻ്റെ മറ്റേ പഞ്ചായത്ത് പ്രസിഡന്റ് ചേട്ടനെ ഇതൊരു അസുഖം വന്നിട്ട്, ബോബനും കോട്ടയംകാരനാണല്ലോ, ടോംസിൻ്റെ രസകരമായിട്ടുള്ളൊരു കാർട്ടൂൺസ്. അതെ, അപ്പോൾ അതിനകത്ത് ചേട്ടൻ എക്സ്റേ എടുത്തു കഴിഞ്ഞ് എക്സ്റേയുടെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ലെന്ന്. അപ്പോൾ ചേട്ടൻ്റെ ഭാര്യ ചേട്ടത്തി പറയുന്നുണ്ട്, അയ്യോ അപ്പോൾ 250 രൂപ കൊടുത്ത് എക്സ്റേ എടുത്ത് വെറുതെ ആയല്ലോ എന്ന്. ഭയങ്കര ജോക്കാണ്, പക്ഷേ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഇൻഷുറൻസിൻ്റെ മെഡിക്കൽ ഇൻഷുറൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളത് എല്ലാവർക്കും ഒരു ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പേൾസ്, അതുപോലെ തന്നെ അതിൻ്റെ ഇത് പറഞ്ഞു, മുത്ത്, തണുപ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഈ മുത്തിന് ഉള്ളത്. അനുയോജ്യമാണ്, പക്ഷെ തണുപ്പ് പറ്റത്തില്ല അവർക്ക്. ഈ പറയുന്ന മൂൺ സ്റ്റോൺ നമുക്ക് യൂസ് ചെയ്യാം. മൂൺ സ്റ്റോൺ ഭൂമിക്ക് അടിയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്നതാണ്. അതിനകത്ത് ആ തണുപ്പ് ഇല്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തൈര് നമ്മൾ മോരായി കഴിക്കുന്ന പോലെ ക്യാരറ്റേജ് നമ്മൾ കുറച്ച് കറക്റ്റായിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ആണല്ലോ നമ്മൾ എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ വ്യത്യാസങ്ങൾ വരും. എന്തായാലും 6th ഹൗസിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ സ്റ്റോൺ ഞാൻ കൊടുക്കാറില്ല, കൊടുക്കാൻ പാടില്ല. അതിൻ്റെ ദശാകാലമാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ വിവരങ്ങളായിട്ട് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. നമ്മൾ 6th ഹൗസിൽ സൂര്യൻ എൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ചന്ദ്രൻ, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ട. ഇതിന് രണ്ടിൻ്റെ ഒരു അനുഭവങ്ങൾ എന്തായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന സമയങ്ങളിൽ ഇന്ന പ്രശ്നങ്ങളായിരിക്കാം നമുക്ക് ഫേസ് ചെയ്യേണ്ട വരിക എന്നുള്ള ഒരു മുൻകരുതൽ പോലെ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു. ഇത് സൂര്യൻ അച്ഛൻ ആയിട്ട് കണക്റ്റഡ് ആണ്, അപ്പം അച്ഛനെ ബാധിക്കാം. ചന്ദ്രനിലേക്ക് വരുമ്പം ചിലപ്പോൾ അത് അമ്മയിലായിരിക്കും നമ്മളത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പം എല്ലാ ഗ്രഹങ്ങളും 6th ഹൗസിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം സൂര്യൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രൻ്റെയും ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ഏത് ഗ്രഹം ആണ് നമുക്ക് ഓർഡർ വന്നാൽ ചൊവ്വയാണല്ലോ അടുത്തത്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, ഇതാണ്. അപ്പോൾ ചൊവ്വയും 6th ആണ്. 6th ഹൗസാണ് റെഡ് എനർജറ്റിക് പ്ലാനറ്റാണ്. മനസ്സിലായില്ലേ? അതും ആ 6th ഹൗസിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 6th ഹൗസിലെ കുഞ്ഞുങ്ങൾക്ക് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാം. റെഡ് ആയിട്ടുള്ളത്. കാരണം അതുപോലെ തന്നെ പൊള്ളൽ, ഓപ്പറേഷൻസ് എല്ലാ ചൊവ്വയുടെ പീരീഡിലാണ് സർജറി വരുന്നത്. സർജറിയുടെ ഒരാളാണ് ചൊവ്വ. അത് വൃശ്ചികത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് കേതുവൊക്കെ ചേർന്ന് ഉറപ്പായിട്ട് നമുക്ക് സർജറി ചെയ്യാം. ആ ഒരു കാലഘട്ടം വരുന്നത്. അപ്പോൾ ആ പീരീഡ് എന്ന് പറയുന്നത് വലിയ ഡിസ്പ്യൂട്ടഡ് പീരീഡാണ് അത്.
കാരണം ഇത് ലയബിലിറ്റിയും എനിമീസും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടെയാണെന്ന് പറഞ്ഞല്ലോ. ചൊവ്വ ആണെങ്കിൽ ചൊവ്വ ഇതേപോലെ തന്നെ ആ കാലഘട്ടത്തിലായിരിക്കും കൂടുതൽ നമുക്ക് ഓപ്പോസിഷൻസ് കയറി വരുന്ന കാലഘട്ടം. കാരണം ഈ 6th ഹൗസിൽ തന്നെ ഈ ശത്രുക്കളുടെ ഒരു പ്രശ്നങ്ങളും ഇതിനകത്തുണ്ടല്ലേ? ഉണ്ട്. അത് മെയിനാണ്. അതാണ് ശത്രുതയും കടവും ബാധ്യതകൾ രോഗങ്ങൾ. അതുകൊണ്ടാണ് എനിക്ക് ഹൗസ് അത്ര ഒട്ടും നല്ലതല്ല എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ അതിനകത്ത് നമുക്ക് 6th ഹൗസിൽ വലിയ പ്ലാനറ്റ്സ് ഇല്ലാത്ത കാലഘട്ടങ്ങളൊക്കെ ഇല്ലാത്ത പൊസിഷനൊക്കെ ഉണ്ടല്ലോ. എന്നാൽ പോലും ആ 6th ഹൗസിൻ്റെ ഓണർ ആരാണ്, ആ പുള്ളി പോയി നിൽക്കുന്ന 8th ഹൗസിലൊക്കെ ആണെങ്കിലൊക്കെ വരാം. ഇത് ഞാൻ പറഞ്ഞത് ചാർട്ട് നമുക്കെപ്പോഴും വേണം, പേഴ്സണൽ ചാർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എന്നാലും ചൊവ്വ നിന്നാൽ നമുക്ക് ആർഗ്യുമെൻറ്റ്സ്, ഡിസ്പ്യൂട്ട്, ഇനി ചൊവ്വയുടെ കൂടെ ശനിയും കൂടെ കൺജക്ഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി വളരെ ശ്രദ്ധിക്കേണ്ട പീരീഡാണ്. വളരെ ശ്രദ്ധിക്കേണ്ട പീരീഡാണ്. ആവശ്യമില്ലാത്ത ബാധ്യതകളും കാര്യങ്ങളും ഡിസ്പ്യൂട്ടുകൾ, അസുഖങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസൊക്കെ പെട്ടെന്ന് കയറി വരുന്ന പീരീഡാണ്. വളരെ ശ്രദ്ധിക്കേണ്ട. കാരണം നമുക്കിപ്പം നമ്മൾ ഈ കുംഭ ലഗ്നമൊക്കെ ആണെങ്കിൽ 6th ഹൗസ് എന്ന് പറയുന്നത് മൂണാണ്. ആ മൂൺ നമ്മുടെ നമ്മുടെ ലങ്സ്, ഹാർട്ടും ഒക്കെ ആയിട്ട് ബന്ധമാണ്, കണക്റ്റഡാണ്. അവിടെ ഈ മാഴ്സ് സാറ്റൻ കൺജക്ഷൻ നിന്നാൽ നമ്മൾ ചിന്തിക്കാത്ത അസുഖങ്ങൾ കയറി, ഇപ്പോഴത്തെ ഒരു കോമൺ അസുഖം ഉണ്ടല്ലോ, പേര് പറയാൻ എനിക്ക് ആഗ്രഹമില്ല, ഇത് പെട്ടെന്ന് കയറി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇതിനൊക്കെ നമ്മൾ നേരത്തെ തന്നെ തടയിട്ട് പോകാൻ പറ്റും. മുൻകരുതലെടുക്കുക, അതിനുവേണ്ടിയുള്ള ചെക്കപ്സുകൾ, ഫൈനൽ സ്റ്റേജിലേക്ക് പോകാതെ ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരു പീരിയോഡിക്കൽ ചെക്കപ്സ് നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പം ഈ നമ്മൾ പറഞ്ഞു 6th ഹൗസിൻ്റെ അതിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ രത്നങ്ങൾ ഉപയോഗിക്കുമ്പോഴും വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഈ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ചൊവ്വയുടെ രത്നമൊക്കെ ഉപയോഗിക്കുമ്പം ഭയങ്കര നീചാവസ്ഥയും കൂടെ. കുംഭത്തിൻ്റെ 6th ഹൗസ് കർക്കിടകമാണെങ്കിൽ കർക്കിടകത്തിൽ ചൊവ്വയ്ക്ക് നീച അവസ്ഥയും കൂടെ ഉണ്ട്. അതിലൂടെ ശനിയും കൂടെ വന്നാൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. അവിടെയൊന്നും ഈ റെഡ് കോറൽസ് നമുക്ക് തൊടാൻ പറ്റില്ല. കൊള്ളത്തേയില്ലത്. അതാണ് ഇതിനകത്ത്. അതാണ് ഈ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഒന്നിനകത്തുകൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ റോങ് പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുമ്പോൾ നമ്മൾ ഏത് സ്റ്റോൺ കൊടുത്താലും അത് ഏക്കാത്ത പോലെ വരും. കാരണം ഈ മാർസിൻ്റെയൊക്കെ പീരീഡ്, ആ മാർസിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ നന്നായിട്ട് നിൽക്കും. സ്റ്റോൺ വർക്ക് ഔട്ട് ആകുന്നുണ്ടോ എന്ന് നമുക്ക് ഇനി അയാൾക്ക് സൂട്ടബിളായിട്ടുള്ള വേറെ രത്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പറഞ്ഞേ കൊടുക്കാൻ പറ്റുള്ളൂ. ടൈം ഇതാണ്. പ്രൊട്ടക്ഷൻ പോലെ ഈ സ്റ്റോൺ നിൽക്കും. അല്ലാതെ പ്രോസ്പെറിറ്റിയോ മിറക്കിൾസോ ഒന്നും ഈ പ്രതീക്ഷിക്കരുത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് നമ്മൾ ഈ സ്റ്റോൺ കൊടുക്കാതിരിക്കുന്ന സാഹചര്യങ്ങളും ഇല്ലേ? കാരണം ചിലപ്പോൾ ഒരു സ്റ്റോൺ കൊടുത്താൽ പോലും ഇപ്പം ആ ഒരു കാലഘട്ടം അങ്ങനെയാണ്, ആൾക്ക് എന്തെങ്കിലും അത് ചെറിയ തോതിൽ ആളെ അത് ടച്ച് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ചിലപ്പം സ്റ്റോൺ നമ്മൾ കൊടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഈ സ്റ്റോൺ ഇട്ടുകൊണ്ടാണോ ഇത് സംഭവിച്ചത് എന്ന് മാത്രമല്ല, അയാൾക്ക് രക്ഷപ്പെടുത്തുന്ന എന്തെങ്കിലും, അയാളെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഘടകം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ ചിലപ്പോൾ നമ്മൾ വളരെ ചെക്ക് ചെയ്തിട്ടേ ഞാൻ കൊടുക്കാം. കാലഘട്ടത്തിൽ നമ്മൾ വളരെ നോക്കിയതിന് ശേഷമേ ഉള്ളൂ. അതിനുവേണ്ടി ഒരു അഡീഷണലായിട്ട് ഈ പ്ലാനറ്ററി പൊസിഷൻ നോക്കിയിട്ട് അതിൻ്റെ സ്റ്റോണ് ഒരു കാരണവശാലും, അത് ഞാൻ പറഞ്ഞു 6th 7th 8th 12th ഹൗസിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ധനു ലഗ്നാധിപൻ 12-ലൊക്കെ നിന്നാൽ നമുക്ക് ചെറുതായിട്ട് കൊടുക്കുക. അതൊരു വിദേശ യോഗമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാം. അതും നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള സെമി പ്രീഷ്യസ് കൊടുക്കാം. പക്ഷെ മറ്റേതെല്ലാം റിസ്ക് ഉണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ നമ്മളതിനകത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ കോറൽസ് നോക്കുമ്പോൾ തന്നെ കോറൽസിന് മാച്ചിങ് ആണെങ്കിൽ തന്നെ പറഞ്ഞ പോലെ അതിൻ്റെ ക്യാരക്ടേജ് നോക്കണം. നല്ല കോറൽസ് ആയിരിക്കണം. ബ്ലീച്ച്ഡ് കോറൽസ് ആയിരിക്കരുത്. കോറൽസിനകത്ത് വേറെ ഹോളുകളൊന്നും ഉണ്ടാകരുത്. കോറൽസ് ഉപയോഗിക്കുമ്പോൾ തേയ്മാനം സംഭവിക്കും. കോറൽസ് സൂക്ഷിച്ച് ഒരു കൊല്ലം അടച്ചു വെച്ചാൽ അത് ആ കല്ല് പോവും, ഡാമേജ് ആവും, ചെറിയ തുളകൾ വീഴും. കാൽഷ്യം ആണല്ലോ അത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളധികം വാട്ടർ അല്ലെങ്കിൽ ഈ ലിക്വിഡ് ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
അതായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വെള്ളത്തിലിട്ടാൽ തന്നെ വെള്ളം അബ്സോർവ് ചെയ്യും അത്. അപ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആവും അല്ലേ? സോഫ്റ്റ് ആവും. കുറച്ചുകൂടെ കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് അബ്സോർവ് ചെയ്യും അത്. അപ്പോൾ അതിൻ്റെ ചെറിയ കളർ വ്യത്യാസം വരുന്ന പോലെ തോന്നും നമുക്ക് തന്നെ. പെർഫ്യൂംസ് ഒക്കെ അടിച്ചാൽ നേരെ അത് സക്ക് ചെയ്യും, കല്ലേ പോവും. പിന്നെ പേൾസും കോറൽസും ഇട്ടുകൊണ്ട് പെർഫ്യൂം അടിക്കുകയേ ചെയ്യരുത് ഡയറക്റ്റായിട്ട്. ആ ഒരു കെമിക്കൽ വരുമ്പം ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ചിലപ്പോൾ കളർ ചേഞ്ചസ് ആയിരിക്കാം. അതെ എന്തെങ്കിലും അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് അവസാന സമയത്ത് ഈ കല്ലുകളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തുള്ളൂ. അതേസമയം ഡയമണ്ടോ ബ്ലൂ സഫയറിനോ ഒന്നും ഈ വിഷയങ്ങളൊന്നുമില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു സംശയം ഇങ്ങനെ ചോദിച്ചു. ചില ആൾക്കാർ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ഒരിക്കൽ ഇതൊരു രത്നം നമ്മൾ കയ്യിലേക്ക് ഇട്ടാൽ പിന്നെ ഇത് ഊരാൻ പാടില്ല എന്നുള്ള ഒരു തെറ്റായ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കും. ചിലരൊക്കെ തിക്കി ഞങ്ങൾ എത്ര എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് പറയാം. ചേട്ടൻ ആദ്യം ഇത് ഊരും, എന്നിട്ട് നമുക്ക് അടുത്തതിനെ പറ്റി ചിന്തിക്കാം. കാരണം ബൾജ് ചെയ്തിരിക്കുക, ഊരാൻ പറ്റത്തില്ല, കട്ട് ചെയ്തെടുക്കുക ചെയ്ത്. ഒരിക്കലും നമുക്ക് രാത്രി ഞാൻ ഈ മോതിരമൊക്കെ രാത്രി ഊരി വെക്കുന്ന ആളാണ്. എനിക്കൊന്നും ഇട്ടുകൊണ്ട് കിടക്കുന്ന താല്പര്യമുള്ള ആളല്ല. പിറ്റേ ദിവസം കുളി കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം. ഇട്ടുകൊണ്ട് കിടന്നത് കുഴപ്പമൊന്നുമില്ല. കുളിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ സോപ്പെല്ലാം കയറി ഇതിനകത്ത് വന്ന് കയറി ഇതിന്ന് അടുത്ത തലമുറയ്ക്ക് പോകേണ്ട കല്ലാണെന്ന് ആലോചിച്ചോണം. അത്ര മാത്രം നമ്മൾ അതിനൊരു ടേക്ക് കെയർ ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് തലമുറകൾക്ക് കൈമാറാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഉപയോഗത്തിലാണെങ്കിലും നമ്മൾ അങ്ങനെ ഊരി വെക്കുന്നത് കൊണ്ടോ ഇടയ്ക്ക് പീരിയോഡിക്കലി ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ആയിരിക്കും ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം തന്നെ. ഇതൊക്കെ നമുക്ക് ഒരാളുടെ ഒരു സൗകര്യങ്ങളനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിനകത്തിട്ട് അങ്ങനെ ഒരു ഇതൊന്നും പാലിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഒരു കല്ലുകൾക്കും ഇല്ല. പലതും കടൽ ജീവികളിൽ നിന്നൊക്കെ വരുന്ന കല്ലുകളല്ലേ അല്ലേ. അങ്ങനെ ഒരു അശുദ്ധിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസോ ഒന്നും നമ്മൾ ഈ രത്നങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ധാരാളം വിവരങ്ങളും വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ 6th ഹൗസിലെ ഓരോ ഗ്രഹങ്ങളുടെ ആ ഓരോ സ്ഥിതിയും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങളും രത്ന വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നന്ദി, നമസ്കാരം.